രമേ, സുഖം തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായാലും നിന്നെ കണ്ടിട്ട്. ആ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട്? സുഖം തന്നെ. മക്കളൊക്കെ വിളിക്കാറുണ്ടോ? ഇവിടുത്തെ വിശേഷം എന്തോന്ന്? ഇവിടുത്തെ വിശേഷമൊക്കെ നീ അറിയുന്നില്ലേ? ആ സുമയുടെ മോൻ്റെ കാര്യമൊന്നും അറിഞ്ഞില്ലേ? എന്നെ ഇവിടെ കെട്ടിക്കൊണ്ടു വന്ന സമയത്ത് ഇത്തിരി പോലുള്ളൊരു ചെറുക്ക, ഒരു വള്ളിനിക്കറൊക്കെ ഇട്ട് എൻ്റെതാ ഈ ഒക്കത്ത് വെച്ചാണ് ഞാൻ അവനെ വളർത്തിയത്. അങ്ങനെ കൊണ്ടുകിടന്ന ചെറുക്കനാണ്. ഇപ്പം അതാ വലിയ നിലയിലൊക്കെയാണ്. ആരോടും പറയണ്ട. അവനിപ്പോൾ വലിയ പത്രാസിലാണ്. വലിയ ജോലിയും ശമ്പളവും. അതിൻ്റെ കൂടെയാണെങ്കിൽ ആ ചില്ലുകൂട്ടിലൊക്കെ ഇരുന്നൊക്കെയാണ് ജോലി ചെയ്യുന്നത്. ഇഷ്ടംപോലെ പണവുമില്ല. എന്നാൽ അതിൽ നിന്ന് ഒത്തിരി നമ്മുടെ ബന്ധുക്കളല്ലേ, ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് തരണ്ടേ. അതൊന്നും തരയില്ല. എൻ്റെ മോൻ ഒരുത്ത അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. അവനാണെങ്കിൽ 2 പെൺകൊച്ചുങ്ങളുമാണ്. ഇവരൊരു നയാ പൈസ അവ സഹായിക്കൂല. പിന്നെ അവന് കൊടുക്കണമെന്ന് വെച്ചാൽ എന്തോ ചെയ്യുന്ന, അവിടെ സമ്മതിക്കൊന്നുമില്ല. വല്ലാത്തൊരു സാധനമാണത്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പം അതാ മൊബൈലിൽ പടം പിടിച്ചിട്ടിട്ട് ആളുകളെയൊക്കെ കാണിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ട് അവൻ്റെ മാമനുണ്ടല്ലോ, കാലിൻ്റെ തള്ളവരിൽ നിന്നിങ്ങനെ പെരുത്തോണ്ട് വന്ന് 2 ദിവസം മുമ്പേ ഡാൻസ് എന്നും പറഞ്ഞുകൊണ്ട് എന്തൊരു കോപ്രായമായിരുന്നു. അവളെ കൂടെ പാവാടയും ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കാണിച്ച് പൊള്ളിപ്പോയി. ഇവിടെ തന്നെ നീ നോക്ക്, അടുത്ത മതിൽ വയ്ക്കാനുള്ള പണി ചെയ്യണം മാമൻ. കാര്യം എന്തിനാണെന്ന് നീ ചോദിക്കുക, എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന്. അവൻ വരുമ്പോൾ പടിയടച്ച് പിണ്ടം വയ്ക്കുക. അത്രയ്ക്ക് നാണക്കേടായിപ്പോയി കുടുംബക്കാർക്ക്. പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇതൊക്കെ ഞാൻ അവൻ്റെ അമ്മയടുത്ത് വല്ലതും പറഞ്ഞാൽ ഞാൻ പരദൂഷണക്കാരി, ഞാൻ കുറ്റം പറയുന്നുള്ളൂ. അവരുടെ മോൻ 2-3 മാസമായിട്ട് കാലൊടിഞ്ഞും കൈയൊടിഞ്ഞും ആശുപത്രി കിടക്കുന്ന അവൻ എങ്ങനെ സ്റ്റേജിന്മേൽ കയറുമെന്നാണ് അവൻ്റെ അമ്മ ചോദിക്കുന്നത്. കാണാത്ത കാര്യം എൻ്റെ മോൻ പറയൂ. എൻ്റെ മോനായതുകൊണ്ട് പറയല്ല, നാക്കെടുത്ത സത്യമേ പറയൂ. ജീവിതത്തിൽ ഇതുവരെ ഒരാളെ ദ്രോഹിച്ചിട്ടില്ല, ഒരു കള്ളം പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. എന്തിന് നേരത്തെ ജോലി ചെയ്ത കമ്പനിയിൽ തന്നെ ചോദിച്ചു നോക്കണം. അവിടെ നിന്നിട്ട് ഇവൻ്റെ സത്യസന്ധത കണ്ടിട്ട് അറബി അവൻ ആ കമ്പനി എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. പുറത്താരോടും പറയണ്ട. എൻ്റെ കൊച്ചു പറഞ്ഞു വേണ്ട, അറബി ഇത്രയും കാലം കഷ്ടപ്പെട്ടില്ലേ, എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനെ ആരും ജോലി ചെയ്യുന്നൊന്നും വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അത് കാരണമാണ് അവൻ അത് വാങ്ങിക്കാതെ പിന്നെയും അയാൾ നിർബന്ധിച്ചുകൊണ്ടിരുന്നുകൊണ്ട് അവൻ ആ കമ്പനി ഇന്ന് വിട്ടിട്ട് വന്ന്. അല്ലാണ്ട് എന്തോന്ന് ചെയ്യുന്നത്? നാട്ടുകാരെങ്ങനെയെല്ലാം പറയുന്നു. ഓ അങ്ങനെയൊന്നുമല്ല, ആൾക്കാർ പലതും പറയും, അസുഖ ആളുകൾ പലതും പറയും. എനിക്ക് എൻ്റെ മോനെ നല്ലതുപോലെ. എന്നാ പോട്ടെ. ശരി പിന്നെ മക്കളെ പൊയ്ക്കുക. പിന്നെ എല്ലാവരും തിരക്കിന്ന് പറയണേ. ഒക്കെ പിടിച്ചില്ല, ഒക്കെ അവരുടെ സ്ഥലമാണ്. എത്ര പത്രാസ്.